അതിനകത്ത് ഏതോ ഗാന്ധി പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിനകത്ത് ചെയ്തൂടെ? എന്തിനാ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ചെയ്യുന്നത്? ഏത് ഗവൺമെന്റ് എന്തായിരുന്നാലും ഇത് ആരെയും അപ്പീൽ കൊടുക്കുന്ന ആരാ? പോലീസിനോട് ചോദിച്ചാൽ വന്ന് ഇവിടെ ഒന്ന് പറയാനാണ്. ആരതാ ഞങ്ങൾ ഈ പോലീസിനോട് പറയുന്നത്? ആരാ? അവർ കാവൽ നിൽക്കുന്ന ആൾക്കാരല്ലേ? അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും പറയാനും പറ്റത്തില്ല. എന്ത് ഗവൺമെന്റ്, എന്ത് സർക്കാർ? ഞാൻ ആരെയും പറയുന്നതല്ല, എല്ലാരും നല്ലത് ചെയ്യുന്നുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊന്നും ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എത്ര പേരായി ബ്ലോക്കിൽ അപ്പുറത്ത് കിടക്കുന്നത് അറിയാവോ? ഞാനൊക്കെ യാത്ര ചെയ്ത് വരുന്ന എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടൊരു വണ്ടി പോലും എടുത്തില്ല. എന്തൊക്കെ കാര്യങ്ങളാ നല്ലത് ചെയ്യാം, പക്ഷെ എന്തുവാ എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിനകത്തിന്ന് ചെയ്തൂടെ? വിവരമുള്ള ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ? എല്ലാം ചെയ്യാം. അതിനകത്തിന്ന് ആ ഒരു ഞാൻ പറഞ്ഞ കാര്യമാണല്ലോ. നിങ്ങൾ ഈ ക്യാമറ എടുക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യമാണല്ലോ. പറയും, നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്ക് ക്യാമറ മാത്രം പിടിക്കാൻ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റോഡിന്റെ നടുവിൽ വെച്ചാണോ നിങ്ങൾ പരിപാടി നടത്തുന്നത് എന്ന ചോദ്യവുമായി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു യുവതി ചോദ്യശരങ്ങളുമായി എത്തിയിരുന്നു. സത്യത്തിൽ പ്രതിഷേധങ്ങൾ ജനദ്രോഹമായി മാറുമ്പോഴാണ് ജനങ്ങൾ സഹികെട്ട് പ്രതിഷേധിച്ചു പോകുന്നത് അല്ലെങ്കിൽ പ്രതികരിച്ചു പോകുന്നത്. പക്ഷെ അതേ ജനത്തെ തന്നെ അടിച്ചമർത്താൻ നോക്കിയാലോ? ഇന്നലെ പ്രതികരിക്കാൻ വന്ന യുവതി വൈറലാകാൻ വേണ്ടിയാണെന്നും 4 ആൾ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഓവറാക്കി ഷോ കാണിച്ചതാണ് എന്ന് പല സമൂഹ മാധ്യമങ്ങളിൽ യുവതി കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഗതികെട്ടാണ് ഇത്തരത്തിൽ താൻ പ്രതികരിച്ചത് എന്നാണ് യുവതിയും പറയുന്നത്. സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യവുമായി NSS നടത്തിയ റാലിയിൽ റോഡ് തടസ്സപ്പെടുത്തിയതിനെതിരെ യാത്രക്കാരിയുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസമാണ് സംഭവബഹുലമായി മാറിയത്. NSS തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ നേതൃത്വത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയായിരുന്നു സംഭവം. റോഡിൽ വെച്ചാണോ പരിപാടി നടത്തുന്നത്? എത്ര ആൾക്കാരാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്? ഞാൻ വേറൊന്നും കൊണ്ടല്ല സംസാരിക്കുന്നത്, ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇതൊക്കെ എന്തുവാ? ആരാ ഇതിനൊക്കെ അനുമതി കൊടുക്കുന്നത്? അടുത്ത് തന്നെ ഗാന്ധി പാർക്ക് ഉണ്ടല്ലോ, അവിടെ പരിപാടി സംഘടിപ്പിച്ചുകൂടെ? എന്തിനാ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ചെയ്യുന്നത്? ഞങ്ങൾ പോലീസിനോട് പറയുമ്പോൾ അവർക്കൊന്നും അറിയില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അവർക്കൊന്നും പറയാനും പറ്റില്ല. എന്ത് ഗവൺമെന്റ്, എന്ത് സർക്കാർ, എല്ലാവരും നല്ലത് ചെയ്യുന്നുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രീതിയിൽ ആ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എത്ര പേരായി ബ്ലോക്കിൽപ്പെട്ട് കിടക്കുന്നത് എന്നറിയുമോ? എറണാകുളത്ത് നിന്ന് യാത്ര ചെയ്ത് വരുന്നതാ ഞാൻ. ഈ പ്രകടനം കൊണ്ട് ഒരു വണ്ടി പോലും കിട്ടുന്നില്ല. നല്ലത് ചെയ്യാം, പക്ഷെ ഇത് എന്തുവാ ഇത്? എല്ലാവരും നല്ലത് ചെയ്യുന്നുണ്ട്. വിവരമുള്ള ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ എന്നാണ് യുവതി ചോദിക്കുന്നത്. വൈകിട്ട് 4-ന് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങിയ പ്രകടനം സെക്രട്ടേറിയറ്റിന് സമീപമാണ് സമാപിച്ചത്. റാലിയെ തുടർന്ന് നഗരത്തിലേറെ നേരം ഗതാഗതം സ്തംഭിച്ചിരുന്നു. പല റൂട്ടുകളിലും വാഹനം കടത്തിവിട്ടില്ല. ഇത് വൈകിട്ട് ജോലി കഴിഞ്ഞ് പോകുന്നവരെയും വിദ്യാർത്ഥികളെയും വിവിധ ആവശ്യങ്ങൾക്ക് നഗരത്തിലെത്തിയവരെയും വലച്ചു എന്ന് വേണം പറയാൻ. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ നടക്കുന്ന അപവാദ പ്രചാരണങ്ങൾക്കെതിരെയാണ് തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ റാലി നടത്തിയത്. സുരേഷ് ഗോപിക്കോ ഉപരാഷ്ട്രപതിക്കോ മുഖ്യമന്ത്രിക്കോ എതിരെയുള്ള റാലിയല്ലെന്ന് NSS സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. പൊതുസമൂഹത്തിൽ നിന്നും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നായർ സർവീസ് സൊസൈറ്റിക്കും അതിന്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറിക്കും എതിരെ ചില പരാമർശങ്ങൾ ഉണ്ടായി. ഇതൊരു പ്രതിഷേധ പ്രകടനമേ അല്ല. ഇത് ഞങ്ങളുടെ നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രിയങ്കരനായ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറിക്ക് ഞങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജാഥയാണ് എന്നാണ്. അത്രയേ ഉള്ളൂ എന്ന് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പ്രസിഡന്റ് പറയുമ്പോൾ അവരുടെ ഈ നിസ്സാരവൽക്കരണത്തിൽ നഷ്ടമാകുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. അതിനെതിരെയാണ് അവിടെ പ്രതിഷേധം ഉയർന്നത്, അതിനെതിരെയാണ് ശബ്ദം ഉയർന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ യുവതി വളരെ ശക്തമായി പറയുന്നത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയാണെങ്കിൽ സ്ത്രീകൾ ആ യുവതിക്ക് നേരെ വളരെ ശക്തമായ ഈ പ്രതിഷേധത്തെക്കാൾ കൂടുതൽ സപ്പോർട്ട് യുവതിക്കുണ്ട്. ഇതാണ് ശരിക്കുമുള്ള പെൺപുലി, ഇങ്ങനെ വേണം പെൺകുട്ടികളായ എന്ന് പറയുന്നുണ്ട്. എന്നാൽ മറ്റു ചില സമൂഹ മാധ്യമങ്ങൾ നോക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിക്കെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്.